ഇനിയും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസും മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ഈ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകും. ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രോ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഞാനിന്ന് വാട്സപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രിക്കുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. അതായത് നമുക്ക് വേണ്ടപ്പെട്ടവർ, നമുക്ക് ഇഷ്ടമുള്ളവർ വാട്സപ്പിൽ ഓൺലൈനിൽ വരുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുന്നതിനും അതുപോലെ തന്നെ അവർ ഓഫ്ലൈൻ ആകുമ്പോൾ നമുക്ക് അതും നോട്ടിഫിക്കേഷനായി ലഭ്യമാകുന്നതിനും വേണ്ടിയുള്ള ഒരു ട്രിക്കാണ്. അതുപോലെ തന്നെ അവർ എത്ര നേരം വാട്സപ്പിൽ ഓൺലൈനിൽ നിന്നു എന്ന് മനസ്സിലാക്കുവാനും നമുക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് കാണുവാൻ സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നാടിയായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ മൊബൈൽ സംബന്ധമായ ടിപ്സും ട്രിക്സും ഈ ചാനൽ വഴി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുകയും ചെയ്യുക. അപ്പോൾ ഈ ഒരു ട്രിക്ക് വാട്സപ്പിൽ നമ്മുടെ സുഹൃത്തുക്കളും മറ്റുമൊക്കെ ഓൺലൈനിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഈ ട്രിക്ക് നമുക്ക് വർക്ക് ചെയ്യുന്നതിന്, നമ്മുടെ മൊബൈലിൽ വർക്ക് ചെയ്യുന്നതിന് നമുക്കൊരു ആപ്ലിക്കേഷൻ ആവശ്യമായിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ്റെ ലിങ്കും മറ്റു കാര്യങ്ങളും ഒക്കെ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് വഴി പ്ലേ സ്റ്റോറിൽ നിന്നും ഫ്രീ ആയിട്ട് തന്നെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് കടക്കാം. അതിൻ്റെ സെറ്റിംഗ്സ് എന്താണെന്നും അത് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആപ്ലിക്കേഷനിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ആപ്ലിക്കേഷൻ. നെറ്റ്വ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ ലിങ്കും മറ്റ് കാര്യങ്ങളുമൊക്കെ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് പെർമിഷനുകൾ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കാനായിട്ട് വരും. ആ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും പോകാം. ഞാൻ ഓൾറെഡി ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 2-3 കോൺടാക്റ്റുകൾ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ കോൺടാക്റ്റുകൾ, എൻ്റെ ഈ വാട്സപ്പിലുള്ള ഈ കോൺടാക്റ്റുകൾ എപ്പോൾ ഓൺലൈനിൽ വരുമ്പോഴും എനിക്കത് മെസ്സേജായിട്ട് വരും. അതുപോലെ തന്നെ ഓഫ്ലൈനിൽ പോകുമ്പോൾ മെസ്സേജ് ആയിട്ട് വരും. അതുപോലെ തന്നെ അവർ എത്ര സമയം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ എത്ര മിനിറ്റ് മുമ്പെയാണ് ഓൺലൈൻ വന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്കിവിടെ കാണുവാൻ സാധിക്കും. ഇതുപോലെ നിങ്ങളുടെ വാട്സപ്പിലെ ഏത് കോൺടാക്റ്റ് എപ്പോഴൊക്കെ ഓൺലൈൻ ഓഫ്ലൈൻ ഇതൊക്കെ വരുന്നതെന്ന് നിങ്ങൾക്കും ഇതുപോലെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ പ്ലസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് വാട്സപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. കുറച്ച് ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ വാട്സപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആരാണോ നിങ്ങൾക്ക് ഏത് വാട്സപ്പ് നമ്പറാണോ ഓൺലൈനിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയേണ്ടത് അല്ലെങ്കിൽ ഓഫ്ലൈനിൽ പോകുമ്പോഴത്തേക്ക് അറിയേണ്ടത് ആ വാട്സപ്പ് നമ്പർ ഇതിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് തന്നെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. വാട്സപ്പ് നമ്പറിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കറക്റ്റായിട്ട് വരികയില്ല. നിങ്ങൾ കൺട്രി കോഡ് ഉൾപ്പെടെ തന്നെ ആഡ് ചെയ്യുക. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെയായിട്ട് കോൺടാക്ട് ലിസ്റ്റ് എടുക്കുക. നിങ്ങളുടെ വാട്സപ്പിലുള്ള കോൺടാക്ട് ലിസ്റ്റ് എടുക്കാം. ആ കോൺടാക്ട് ലിസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രൊഫൈലിൽ പോയിട്ട് അവരുടെ കോൺടാക്റ്റ് ചെക്ക് ചെയ്യുക. അവരുടെ കോൺടാക്റ്റ് അതുപോലെ തന്നെ നിങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. യാതൊരുവിധ വ്യത്യാസമില്ലാതെ സെയിം ആയിട്ട് തന്നെ ആഡ് ചെയ്യുക. അതായത് കൺട്രി കോഡ് ഉൾപ്പെടെ നിങ്ങൾ ആഡ് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കോപ്പി ചെയ്യാവുന്നതാണ്. ജസ്റ്റ് മുകളിലുള്ള 3 ലൈൻമാർക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു നമ്പർ കോപ്പി ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ലോങ് പ്രസ് ചെയ്ത് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് നിങ്ങൾക്ക് കോപ്പി ചെയ്യാവുന്നതാണ്. കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ആപ്ലിക്കേഷനിലേക്ക് വന്നതിന് ശേഷം ആ കോപ്പി ചെയ്ത കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യുക. ഒന്നുകിൽ ഇതുപോലെ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എവിടെയെങ്കിലും എഴുതിയിട്ട് ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ആ കോൺടാക്ട് നമ്പറിൻ്റെ നെയിം നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക. എന്താണോ നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ആ കോൺടാക്ട് നമ്പറിൻ്റെ നെയിം ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ നമ്പർ കൂടി ഇവിടെ ആഡായിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ കോൺടാക്ട് നമ്പർ ഈ വാട്സപ്പ് അക്കൗണ്ട് എപ്പോൾ ഓൺലൈൻ വരുന്നുവോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഓൺലൈൻ നോട്ടിഫിക്കേഷനായി തന്നെ ലഭ്യമാവുകയും ചെയ്യും. അതുപോലെ തന്നെ അവർ എപ്പോഴൊക്കെ ഓൺലൈൻ വന്നിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെയാണോ രാത്രിയാണോ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് നിങ്ങൾ ഏതൊക്കെ സമയം കോൺടാക്റ്റിൽ ഈ ഒരു വാട്സപ്പ് അക്കൗണ്ട് ഓൺലൈനിൽ വന്നിട്ടുണ്ട്, എത്ര സമയം ഓൺലൈനിൽ നിന്നു, ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. നല്ല ഒരു ആപ്ലിക്കേഷനാണ്. വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്കെല്ലാം വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങളിത് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.